വെൽക്കം ബാക്ക് ടു ക്രിഷ് മച്ചാൻസ് ഓട്ടോ ബ്ലോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മൾ ഇഷ്ടം പോലെ വീഡിയോസാണ് നമുക്ക് ഇതുപോലെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ടൺസ് ഓഫ് സപ്പോർട്ട് ഇതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ലൈക്കും കൂടെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും വലിയ സന്തോഷമായിരിക്കും. അതുപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഇന്ന് നമ്മൾ MGയുടെ തന്നെ എക്സ്ക്ലൂസീവ് പ്ലസ് ഗ്രീൻ എഡിഷൻ എന്ന് പറയുന്ന വണ്ടിയാണ്. ഇതും 100th ആനിവേഴ്സറി സെലിബ്രേഷൻ വണ്ടിയാണ് കേട്ടോ. ഇതാരും ഈ വീഡിയോ ചെയ്തിട്ടില്ല, നമ്മളാണ് ആദ്യമായിട്ട് ഈ വണ്ടി ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റാണ് എടുത്ത് പറയേണ്ടത്. ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് വരുന്നത്. ബൈ ഫംഗ്ഷനിലാണ്. ഫ്രണ്ട് ഡിസൈൻ നമുക്ക് ഒരു മികച്ച ഒരു മസ്കുലർ ഡിസൈൻ തന്നെയാണ്. ബോണറ്റിനെ കുറിച്ച് എടുത്ത് പറയണം, ഒരു ബൾജി ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് ആ ഒരു എയറോഡൈനാമിക് ഡിസൈൻ തന്നെയാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. MGക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ എല്ലാ വണ്ടിക്കും ഈ MGയുടെ ബ്രാൻഡിങ്ങിന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അത് ഈ വണ്ടിക്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് സ്ലോട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ ചാർജിങ് സ്ലോട്ട് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ഈ ഒരു പ്രസ്സിങ്ങിലൂടെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ കാണാം വണ്ടിയുടെ കൂടെ കിട്ടുന്ന തന്നെ ചാർജർ പ്ലഗ് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ്. ഇത് ഒരുമിച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫാസ്റ്റ് ചാർജിങ് ഇവിടെ ചെയ്യാവുന്ന DC ഫാസ്റ്റ് ചാർജിങ്. ഈ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് ചാർജിങ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കാർ ഷെഡിലേക്ക് ഇട്ടിട്ട് ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ചെറിയ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് വണ്ടിക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ റെസിസ്റ്റൻസ് കുറയാന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഉള്ളൂ മാക്സിമം റേഞ്ച് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു എയർ ഡാം നമുക്കിവിടെ താഴെ കാണാം. നിങ്ങൾക്ക് കാണാം എയർ ഡാം, നല്ല ഡിസൈൻ എയർ ഡാംസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിറേഴ്സിൽ നോക്കിയാൽ അറിയാം നല്ല ഒരു ടേൺ ബ്ലിങ്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഈ മിറേഴ്സിനെ കുറിച്ച് തന്നെ പറയാനുണ്ട്. ഈ സൈഡിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനൊക്കെ ഉണ്ട്, നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീൽ ട്രാവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റീൽ ഫിനിഷ് അലോയാണ് വരുന്നത്. ഇനി മുന്നോട്ടുള്ള സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ ടയർ ഇവർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിനെൻ്റൽ ടയറാണ്, UC6 എന്ന് പറഞ്ഞ ടയർ. ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 215/55R 17 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് 17 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. സ്പെയറിലും ഈ സെയിം ടയറാണെന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം പല വണ്ടികൾക്കും സ്പെയർ ടയർ ഇല്ല. അതുപോലെ തന്നെ ചിലപ്പോൾ സൈസ് ഡിഫറൻ്റ് ആയിരിക്കും. ഇതിന് സെയിം സൈസ് തന്നെയാണ് കൊടുക്കുന്നുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് എലമെൻറ്റ് വരുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്രീൻ വണ്ടിക്ക് ഭയങ്കര ഭംഗി കൊടുക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് റെയിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഡോർ ഹാൻഡിലെ കുറിച്ച് എടുത്ത് പറയണം. ഇതിനകത്തൊരു സ്റ്റീൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു ലോക്ക് ബട്ടൺ ആൻഡ് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂഫ് റെയിൽ വരുന്നുണ്ട്. സ്റ്റീൽ എലമെൻറ്റ് ഇവിടെയും വന്നിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് പോർഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MGയുടെ ബ്രാൻഡിങ് തന്നെയാണ്. നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈനായിട്ട് നമ്മുടെ MG ബ്രാൻഡിങ് ഇവിടെ വരുന്നു. പിന്നെ അതുപോലെ തന്നെ ZS EV ബൾജ് എപ്പോഴും ഇവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എപ്പോഴും നമുക്ക് വണ്ടിക്ക് ആ ഒരു ബ്യൂട്ടി കൊണ്ടുവരാൻ തന്നെയാണ്. ഇപ്പം ബാക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LED ടെയിൽ ലാമ്പ് തന്നെയാണ്. നല്ലൊരു എലമെൻ്റാണ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടി ആയിട്ട് 2 ഹെമിസ്ഫിയർ എന്നുള്ള രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. കാരണം നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ പല വണ്ടികൾ ഇൻഫിനിറ്റി ടെയിൽ ലാമ്പൊക്കെ കാണാം. പക്ഷേ ഇതിൽ 2 സെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിറ്റിയാണ് എടുത്ത് പറയേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മുകളിലേക്ക് വരുന്ന സ്പോയിലറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വരുന്നത് ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറാണ്. ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് നല്ല സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. വണ്ടിയുടെ ബാക്കിൽ നമുക്ക് റിയർ ഡിഫോഗർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വൈപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റ് ഇവിടെ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഡയമണ്ട് ഡിസൈൻ പോലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്ക് ലിപ്പ് പോലെ വന്നിരിക്കുകയാണ്. അതിനകത്തൊരു സ്റ്റീൽ എലമെൻറ്റ് നമുക്ക് വന്നിരിക്കുകയാണ്. ആ സ്റ്റീൽ എലമെൻ്റ് എന്ന് പറയുന്നത് അതും ചുമ്മാ കൊടുത്തിരിക്കുന്നില്ല, വളരെ ഭംഗിയായിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണത്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് MG 100 ഇയർ എഡിഷൻ. സ്പെഷ്യൽ എഡിഷൻ ആണ് നമ്മളിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പെയിൻറ്റ് ക്വാളിറ്റി അമേസിങ് ആണ്. അതുപോലെ തന്നെ ഓരോ ഫിറ്റിങ്സും അമേസിങ് ആണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ബൂട്ട് ഓപ്പണിങ് തന്നെയാണ്. ഇത് ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ MGയുടെ ആ ഒരു ബ്രാൻഡിങ്ങിലാണ് അതിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത്. വളരെ രസകരമാണ്. ബൂട്ട് സ്പേസിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത് 448 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. നല്ല
സ്പേസ് ആണ് വരുന്നത്. സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ സ്പേസുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ബാഗൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നേരെ പൊക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മുടെ സ്പെയർ ടയറാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു 17 ഇഞ്ച് ടയർ കൊള്ളുന്ന രീതിയിൽ നല്ല സ്പേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാർസൽ ട്രേ വരുന്നത്. പാർസൽ ട്രേയിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ല പാർസൽ ട്രേ ആണ്. അത്യാവശ്യം നല്ല സ്പേസും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ബാക്ക് പോർഷനിൽ ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. കാരണം എവരി MG വണ്ടി, ഞാൻ നേരത്തെ ഇതുപോലെ ഗ്ലോസ്റ്റർ വണ്ടി ചെയ്തിരുന്നു. ആ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഐകാർഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയി കാണുക. എല്ലാ MG വണ്ടികൾക്ക് ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. അതൊരു എന്താ പറയുന്നത്, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. കാരണം MG വണ്ടികൾക്ക് സ്പെഷ്യൽ ആ ഫീച്ചർ ഉണ്ടെന്നുള്ള കാര്യം. ഇനി ഞാൻ പറയുന്ന വണ്ടിയുടെ എഞ്ചിനെ കുറിച്ചാണ്. വണ്ടിയുടെ പവർ വരുന്നത് 176 PS പവറും വണ്ടിയുടെ ടോർക്ക് വരുന്നത് 280 Nm ടോർക്കുമാണ് വരുന്നത്. നല്ലൊരു ടോർക്കിഷ് എഞ്ചിനാണ്. നമ്മുടെ ഡ്രൈവ് റിവ്യൂവിലൊക്കെ നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കി തരുന്നതാണ്. എല്ലാവർക്കും അറിയേണ്ടത് വണ്ടിയുടെ ബാറ്ററിയെക്കുറിച്ചാണ്. ബാറ്ററി വരുന്നത് 50.3 kWh ബാറ്ററി പാക്കാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് 0 to 100 വെറും 8.5 സെക്കൻഡ് കൊണ്ടാണ്. എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. MG എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വണ്ടി ഒരു EV എക്കോ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. അവർക്ക് കീ പാർട്ട്ണർഷിപ്പ് വിത്ത് ലീഡിംഗ് പ്ലെയേഴ്സ് ഇൻ EV എക്കോ സിസ്റ്റം. അതുകൊണ്ട് തന്നെ EV ബേസ് ചെയ്തിട്ട് ഒത്തിരി മറിമായങ്ങൾക്ക് ഇവർക്ക് കാണിക്കാൻ പറ്റും. MG ZS EV, ഇന്ത്യസ് ഫസ്റ്റ് പ്യുവർ ഇലക്ട്രിക് SUV. യൂറോ NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി എന്തായാലും കാണിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പ്രിസമാറ്റിക് സിൽക്ക് ബാറ്ററിയാണ് വരിക. വണ്ടിയുടെ റേഞ്ച് വരുന്നത് 461 km ആണ് ഒരു ചാർജിങ്ങിൽ പറയുന്നത്. അതുപോലെ എക്കോ മോഡൽ ഏകദേശം 360 km, അതുപോലെ തന്നെ സ്പോർട്സ് മോഡിൽ 310 km, നോർമൽ മോഡിൽ 340 km ആണ് സാധാരണ കസ്റ്റമറിന് കിട്ടുന്നത്. ഏകദേശം ഒരു റേഞ്ച് എന്ന് പറയുന്നത് 370 km ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും. ഉറപ്പായിട്ടും നല്ലൊരു എഫേർട്ട്ലെസ് ഡ്രൈവിംഗ് തന്നെയാണ് എനിക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ഈസിയാണ്. വണ്ടിയുടെ ഒരു സസ്പെൻഷനെ കുറിച്ച് എടുത്തു പറയണം. ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് മെക് ഫ്രണ്ട് സെറ്റാണ്. ബാക്ക് വരുന്നത് ടോർഷൻ ബീമാണ്. MG നമുക്ക് 6 ചാർജിങ് സൊല്യൂഷൻസ് ആണ് തരുന്നത്. അതിന് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഏറ്റവും പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC 50 kW സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. അത് 80% ചാർജ് വെറും 60 മിനിറ്റ് കൊണ്ടാവും എന്നുള്ളതാണ്. അടുത്ത പറയാനുള്ളത് AC ഫാസ്റ്റ് ചാർജിങ് ആണ്. MG നമ്മുടെ വീട്ടിൽ വന്ന് ചാർജിങ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്യുന്നത്. AC ഫാസ്റ്റ് ചാർജിങ് വെറും 8.5 to 9 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് 100% ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത്. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ഫാസ്റ്റ് ചാർജിങ് ഇൻ MG ഡീലർഷിപ്പാണ്. സെലക്റ്റഡ് ലൊക്കേഷൻസിൽ സാറ്റലൈറ്റ് സിറ്റികളിലൊക്കെ ഏകദേശം AC ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ചാർജറാണ്. അത് നിങ്ങളുടെ കാറിൽ തന്നെയുള്ള പോർട്ടബിൾ ചാർജർ 15 ആംപിയർ സോക്കറ്റ് വെച്ചിട്ട് ഏകദേശം 18 മണിക്കൂർ തൊട്ട് 19 മണിക്കൂറിനുള്ളിൽ 100% ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ MG ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ MG നമുക്ക് ഒരു 1000 ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഒരു 1000 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാറ്ററി റേറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ IP69K റേറ്റിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഡസ്റ്റും വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്. അതുപോലെ തന്നെ UL 2580 എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് വരുന്നുണ്ട്. അതിനകത്ത് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി പൊട്ടിത്തെറിക്കാതിരിക്കുകയും അങ്ങനെയുള്ള സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എല്ലാം കരുതിയാണ് UL 2580 കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവരുടെയും ആഗ്രഹമാണ് ബാറ്ററി ചാർജറിനെ കുറിച്ച്. ഈ വണ്ടിയുടെ ബേസ് വേരിയൻറ്റിലൊന്നും നമുക്ക് ബാറ്ററി ചാർജർ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേരിയൻ്റ് തൊട്ടാണ് ചാർജർ വരുന്നതെന്നുള്ള പുതിയ അപ്ഡേഷനിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിച്ച് മനസ്സിലാക്കുന്നതാണ്. ആ ഒരു ഫ്രീ ബാറ്ററി ചാർജറിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. എക്സ്ക്ലൂസീവ് പ്ലസ് വേരിയൻറ്റിലൊക്കെ ബാറ്ററി ചാർജർ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചോദിക്കുക ഏത് വേരിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ അപ്ഡേഷനിൽ അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻക്വയറി ചെയ്യാനായിട്ട് നമ്മൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും അതുപോലെ അറിയേണ്ട ഒരു മെയിൻ സംഭവമാണ് ബാറ്ററി റണ്ണിങ് കോസ്റ്റ്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്നാ റണ്ണിങ് കോസ്റ്റ് ആകും അതൊക്കെ എല്ലാവർക്കും അറിയണം അല്ലേ. ഇപ്പം വണ്ടി കമ്പനി തന്നെ നമുക്ക് ഇതിനു വേണ്ടി ഒരു എമൗണ്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് കമ്പനി ക്ലെയിം ചെയ്യുന്ന എമൗണ്ടാണ്. 60 പൈസ പെർ കിലോമീറ്ററാണ് നമുക്ക് ഏകദേശം ചാർജ് വരിക. അതെനിക്ക് തോന്നുന്നു വളരെ ഫീസിബിളായിട്ടുള്ള ഒരു എമൗണ്ടാണ്. അപ്പോൾ ഇത്രയും നല്ല ഒരു വെഹിക്കിൾ, അത് ഇത്രയും പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വെഹിക്കിൾ, അപ്പോൾ ഇതൊക്കെ ഓടിക്കാൻ ഇത്രയും പൈസ ഉള്ളതെന്നുള്ളത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ കോമ്പറ്റീറ്റർ വരുന്നത് ഹുണ്ടായി കോണ എന്ന് പറഞ്ഞ വണ്ടിയും അതുപോലെ തന്നെ അറ്റോ 3 കുറച്ചുകൂടെ പ്രൈസ്ഡ് ആണ്. എന്നാൽ പോലും ഇതൊക്കെയാണ് വണ്ടിയുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. ഇപ്പോൾ ഈ വണ്ടിക്ക് റിമോട്ട് കാർ കൺട്രോൾ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ iSmart കണക്റ്റഡ് വിത്ത് 75 കണക്റ്റഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. AC ഓൺ ഓഫ് ചെയ്യാൻ പറ്റും, ഡോർ ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും, ലൈവ് ലൊക്കേഷൻ, ഇൻ കാർ റിമോട്ട്
AC കൺട്രോളിങ് ആൻഡ് ഓഡിയോ കൺട്രോളിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചിറ്റ് ചാറ്റ് കമാൻഡ്സ് കൊടുക്കാൻ പറ്റും. ഏകദേശം 100+ കമാൻഡ്സ് ആണ് വരുന്നത്. സ്കൈ റൂഫ്, AC, മ്യൂസിക്, റേഡിയോ എക്സെട്ര കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈക്കോൾ ആൻഡ് ഐക്കോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈക്കോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ്റർനെറ്റ് വളരെ അത്യാവശ്യമാണ്. ഐക്കോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ നമുക്ക് ഐക്കോൾ ചെയ്യാം. 35+ ഹിന്ദി ഇംഗ്ലീഷ് വോയിസ് കമാൻഡ്സ് വരുന്നുണ്ട്. ജിയോ ഫെൻസിങ് വരുന്നുണ്ട്. ഐസ്മാർട്ട് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം. അത് ആൻഡ്രോയിഡും ആപ്പിൾ കാർപ്ലേ ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് ഡ്രൈവ് വരുന്നുണ്ട്. പിന്നെ വെഹിക്കിൾ സ്റ്റാറ്റസ് സ്കാൻ ചെയ്യാൻ പറ്റും. ഇത് എല്ലാം എക്കോ ട്രീ സേവിങ് ആണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കളേഴ്സ് വരുന്നത് ഗ്ലേസ് റെഡ്, അറോറ സിൽവർ, സ്റ്റിയറിംഗ് ബ്ലാക്ക്, ക്യാൻഡി വൈറ്റ്. ഇതിനൊക്കെ ഓരോ വേരിയൻ്റ് എക്സിക്യൂട്ടീവ്, എക്സൈറ്റ്, എക്സ്ക്ലൂസീവ് ഇതൊക്കെ അനുസരിച്ച് ഓരോന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MGയിൽ വിളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഫോർ എവറി എൻക്വയറി. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ഡയമെൻഷൻ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. വണ്ടിയുടെ ലെങ്ത് വരുന്നത് 4323 mm ആണ് ലെങ്ത് വരുന്നത്. വിഡ്ത്ത് വരുന്നത് 1809 mm ആണ് വരുന്നത്. ഹൈറ്റ് വരുന്നത് 1649 ആണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ വീൽ ബേസ് വരുന്നത് 2585 ആണ് വരുന്നത്. ഈ വണ്ടിക്ക് ആക്സസറീസ് ഒത്തിരി വരുന്നുണ്ട്. അത് ബേസ് വേരിയൻറ്റിലൊന്നും നല്ല ആക്സസറീസ് നമുക്ക് ലഭിക്കില്ല. ഒരു തേർഡ് വേരിയൻ്റ് ആ ഒരു ഇതൊക്കെ തൊട്ട് നമുക്ക് ആക്സസറീസ് അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ ആക്സസറിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കുക. 3D മാറ്റ് വരുന്നുണ്ട്. കാർ കവർ സിൽവർ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. മഡ് ഫ്ലാപ്സ് വരുന്നുണ്ട്. ഡോർസിൽ വരുന്നുണ്ട്. റിയർ എൻട്രി സിൽ പ്ലേറ്റ് വരുന്നുണ്ട്. വെതർ ഡിഫ്ലക്ടർ ക്രോം വരുന്നുണ്ട്. സൺഷെയ്ഡ് വരുന്നുണ്ട്. സൈഡ് വെൻ്റ് ആൻഡ് ഡോർ എഡ്ജ് ഗാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹുഡ് ബ്രാൻഡിങ് വരുന്നുണ്ട്. ഫ്രണ്ട് ക്രോം ഗ്രിൽ അപ്പർ വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഗാർണിഷ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു 31,000 റേഞ്ചിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഉള്ളത് ഇൻറ്റീരിയറിലാണ്. ഇൻറ്റീരിയറിൽ ഒത്തിരി കാര്യമാണ് നമ്മുടെ ZS CVക്കകത്ത് പറയാനുള്ളത്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. അതിനകത്ത് നല്ല റെഡ് സ്റ്റിച്ചുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഫ്ലാറ്റ് ബോട്ടമാണ് കേട്ടോ. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. നല്ല കിട്ടിലൻ ഹോൺ. അങ്ങനെ ഹോണൊന്നും ആരും കേൾപ്പിക്കാറില്ല. പക്ഷേ നല്ല ക്വാളിറ്റി ഹോണാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് എടുത്ത് പറയണം. 17.78 സെൻറ്റിമീറ്ററിൻ്റെ കിട്ടിലൻ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഫുള്ളി ഡിജിറ്റലാണ്. നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും അറിയാം. ഇതാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ സ്വിച്ചസ് വരുന്നത്. നമുക്ക് ഈ സ്വിച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് എല്ലാം എടുക്കാം. നമുക്ക് വോയിസ് കമാൻഡ് വേണമെങ്കിൽ വോയിസ് കമാൻഡ് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് ഓക്കെ ഞെക്കണമെങ്കിൽ ഓക്കെ ഞെക്കാം. എല്ലാം നമുക്ക് ഇതെന്ന് പറയുന്നത് ഈ സൈഡ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ HD ടച്ച് സ്ക്രീൻ വരുന്നത്. 10.1 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിൻ്റെ ഓപ്ഷനിലേക്ക് എത്തിക്കാനായിട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ സ്വിച്ചസ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് മ്യൂട്ടിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പ്ലസ് മൈനസ് വരുന്നുണ്ട്. സീക്കിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സോഴ്സ് വരുന്നുണ്ട്. റേഡിയോ ആക്കാം, മ്യൂസിക് ആണ്, മ്യൂസിക്, ബ്ലൂടൂത്ത്, അങ്ങനെ കോളിംഗ് ഇതിൻ്റെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ബട്ടണിലേക്ക് നോക്കണം. നമുക്ക് ഹോം ബട്ടൺ ഞെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തു എന്ന് കരുതുക. അപ്പോൾ ഓപ്ഷൻ എടുക്കുക ഹോമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഹോം ബട്ടൺ ഞെക്കിയാൽ മതി. പ്ലസ് മൈനസ് സൗണ്ടിൻ്റെ ഇത് വരുന്നുണ്ട്. ഫാൻ ഓൺ ഓഫ് വരുന്നുണ്ട്. ഫ്രണ്ട് ഡിഫോർ, ബാക്ക് ഡിഫോർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫാൻ്റെ തന്നെ പ്ലസ് മൈനസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ റോട്ടറി സ്വിച്ച്. ഈ റോട്ടറി സ്വിച്ചിൽ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ഈ ഓപ്ഷൻസ് നമുക്ക് ഈ റോട്ടറി സ്വിച്ച് വെച്ച് ഞെക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ വണ്ടി നിർത്തിയതിന് ശേഷം പാർക്ക് ഞെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതിനേക്കാൾ ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർക്ക് കത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഇതെന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് വെക്കുന്ന ഒരു സ്ലോട്ടാണ്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ C പോർട്ടിൻ്റെ ചാർജ് വരുന്നുണ്ട്. USB ചാർജർ വരുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹാൻഡിൽ എന്ന രീതിയിൽ തന്നെ ഒരു എലമെൻറ്റ് വരുന്നുണ്ട്. നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അതും ഇതിനകത്തൊരു റെഡ് സ്റ്റിച്ചൊക്കെ വന്നിട്ടുള്ള ലെതർ റാപ്ഡ് ഒരു എലമെൻറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ടോണിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ AC വെൻസ് വരുന്നത്. 1, 2, 3. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. 4 AC വെൻസ് വരുന്നുണ്ട്. റിയറിലും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ലെതർ റാപ്ഡ് ആണെന്നുള്ളതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം. മിറേഴ്സിനെ കുറിച്ച് എടുത്ത് പറയണം. മിറേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോ മിറേഴ്സാണ്. ഇതിനകത്ത് ഈ വണ്ടിക്ക് നമുക്ക് അഡാസിൻ്റെ ഫീച്ചർ വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഇതിനകത്ത് കാണിക്കാനില്ല. നിങ്ങൾക്ക് ഒരു ഡാഷ് ക്യാം ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് പിൻ ചെയ്ത് ഡാഷ് ക്യാം ഒക്കെ വെക്കാൻ പറ്റുന്നതാണ്. മോഡ് ഓപ്ഷൻ വരുന്നുണ്ട്. മോഡിൽ നമുക്ക് ഓർഡറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്കോ ആണ് ആദ്യം മോഡ് വരിക. ഇക്കോ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഓപ്ഷനാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ്. അതിന് ഡ്രൈവിംഗ് എക്സ്പീരിയൻസും റേഞ്ചും ഒരുപോലെ
പോകുന്നതിനാണ് നമുക്ക് നോർമൽ മോഡിൽ വേണ്ടത്. അതേസമയത്ത് സ്പോർട്സ് മോഡ് ഇടുന്നത് ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിക്, നമുക്ക് ഡ്രൈവ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പോർട്സ് മോഡിൽ ഇടുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ റേഞ്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നതാണ്. ഇതാണ് നമ്മുടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുന്നത്. അപ്പോൾ റീജനറേറ്റീവ് ലെവൽ പല ലെവലിലേക്ക് നമുക്ക് ഇത് റീജനറേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ ബാറ്ററി ഓപ്ഷൻ. ഈ ബാറ്ററി ഓപ്ഷൻ ക്ലിക്ക് ആകുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്ര ഇനി ഈ വണ്ടി കിലോമീറ്റർ ഓടും, എത്ര ശതമാനം ബാറ്ററി ഉണ്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു ബാറ്ററി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ആവുന്നതാണ്. ഇതെന്ന് പറയുന്ന ഒരു ഡെമ്മി സ്വിച്ചാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്ന ഒരു പാർക്കിങ്ങിൻ്റെ സ്വിച്ചാണ് വരുന്നത്. നമുക്ക് ഇവിടെ പാർക്ക് ഞെക്കിയില്ലെങ്കിൽ ഇവിടെ പാർക്ക് ഞെക്കിയാലും മതി. ഇതാണ് ഓട്ടോ ഹോൾഡ് വരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ സൈഡ് കപ്പ് ഹോൾഡറാണ് വരുന്നത്. അതിൻ്റെ സൈഡിൽ നല്ല ലെതർ വാർപ്പിംഗ് വരുന്നു. ഇത് നേരെ ഈസി ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ സൈഡ് ഹാൻഡ് റെസ്റ്റ് വരുന്നത്. ഹാൻഡ് റെസ്റ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസിങ് ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സ്പേസിങ് ആണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ ഇരിക്കുന്നത് ഡ്രൈവർ സൈഡിലാണ്. ഡ്രൈവർ സൈഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈ സീറ്റിങ് നല്ല സപ്പോർട്ടും അതുപോലെ തന്നെ നല്ലൊരു കംഫർട്ടബിൾ സീറ്റിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ ഡ്രൈവർ സൈഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 വേ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഞാനിപ്പോൾ എന്നാൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകാം. നമുക്ക് ഇതിൻ്റെ സ്വിച്ചസൊക്കെ വളരെ ഹാൻഡിയാണ്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ ചെരിക്കണമെങ്കിൽ ചെരിക്കാം, ബാക്കിലേക്ക് ടിൽറ്റ് ചെയ്യണമെങ്കിൽ ടിൽറ്റ് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പൊങ്ങുകയാണ്. ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇറക്കണമെങ്കിൽ ഇറക്കാം. 8 വേ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ കോ ഡ്രൈവർ സൈഡിൽ നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഡ്രൈവർ സൈഡിലാണ്. അതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ വൈപ്പറിൻ്റെ ഓപ്ഷൻസ് ആണ്. ഇതിനകത്ത് ഓട്ടോ വൈപ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ബട്ടണാണ് വരുന്നത്. ഇപ്പം ഒട്ടുമിക്ക വണ്ടികൾക്കും പ്രസ് ബട്ടണാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ORVM അഡ്ജസ്റ്റ്മെൻറ്റിൽ റൈറ്റിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യാം, ലെഫ്റ്റിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ലോഡിൻ്റെ ഇതനുസരിച്ചുള്ള ഓപ്ഷൻസാണ്. ഇതെന്ന് പറയുന്നത് ഫ്രണ്ട് ബോണറ്റ് തുറക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. പിന്നെ നമുക്ക് 2 ഓപ്ഷൻ. ഇതെന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. കാരണം ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കും. ഇത് നമുക്ക് വരുന്നത് ഒരു ആക്സിലേറ്ററും വരുന്നുണ്ട്, ബ്രേക്ക് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡോർ ലോക്കിൻ്റെ സ്വിച്ചാണ്. അൺലോക്കിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, ഒരു ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 4 പവർ വിൻഡോയുടെ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചൈൽഡ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ MGയുടെ കീ ഫോബ് വരുന്നത്. MG കീ ഫോബിൽ വരുമ്പോൾ നല്ല ക്വാളിറ്റി കീ ഫോബാണ്. ഇതിനകത്ത് അൺലോക്ക് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ലോക്ക് വരുന്നുണ്ട്, ബാക്കിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കീ ആണ് കേട്ടോ. MG എന്നൊക്കെ ഒരു ബ്രാൻഡിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് ഇതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ക്യാബിൻ സ്പേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫ്രണ്ട് ഡോറിൽ നമുക്ക് അത്യാവശ്യം 1 ലിറ്റർ ബോട്ടിൽ സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന ഡോർ സൈഡ് സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കണം. ബ്രേക്ക് ചവിട്ടി വെക്കുന്നു, പിന്നെ ജസ്റ്റ് സ്റ്റാർട്ടായി, വണ്ടി സ്റ്റാർട്ടായി. അറിയാമല്ലോ, നമ്മുടെ എക്കോസിസ്റ്റത്തിന് ഗോ ഗ്രീൻ എന്നാണ് പറയുക. നമ്മുടെ എക്കോസിസ്റ്റത്തിന് ഏറ്റവും പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു ഒച്ചപ്പാടും ബഹളവും ഇല്ല, ഒരു എയർ പൊല്യൂഷനും ഇല്ല, ഒരു സൗണ്ട് പൊല്യൂഷനും ഇല്ല, ഒന്നുമില്ലാത്ത നമ്മുടെ എപ്പോഴും നമ്മുടെ എക്കോസിസ്റ്റത്തിന് പറ്റുന്ന ഒരു വണ്ടിയും കൂടെയാണ് ഇതെന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു ക്യാബിൻ ലൈറ്റ് നിങ്ങൾക്ക് കാണാം. നല്ലൊരു ക്യാബിൻ ലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഡോർ ലോക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സൺറൂഫ്. സൺറൂഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പനോരമിക് സൺറൂഫ്, നല്ല വെട്ടവും വെളിച്ചവും എല്ലാം അകത്തേക്ക് വരും. നല്ലൊരു സുഖമാണ് ഈ വണ്ടി സൺറൂഫൊക്കെ ഓപ്പൺ ചെയ്ത് ഓടിക്കുന്ന സമയത്ത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു ഇൻറ്റീരിയർ പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻറ്റീരിയർ പോർഷനിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഈ സീറ്റിന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഇതിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ബൾജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 100 ഇയർ എഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ് MG ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ 10.1 ഇഞ്ചിൻ്റെ HD ടച്ച് സ്ക്രീൻ വരുന്നത്. അതിനകത്ത് ഓപ്ഷൻസ് എടുക്കുക, ഇതിനകത്ത് വെഹിക്കിൾ സെറ്റിങ്സ് എടുക്കുക. അപ്പോൾ ഈ വെഹിക്കിളിന് എന്തൊക്കെ ഓപ്ഷൻസ് ആണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് ഡ്രൈവിംഗ് അസിസ്റ്റ്, അതിനകത്ത് റിയർ ഡ്രൈവ് അസിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെയിൻ ചേഞ്ച് അസിസ്റ്റ് വരുന്നുണ്ട്, റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് വരുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്ത് പിന്നെ അതുപോലെ തന്നെ റേഡിയോ, ബ്ലൂടൂത്ത് സെറ്റിങ്സ്, ഫോൾഡർ, മീഡിയ, AC, വെഹിക്കിൾ സെറ്റിങ്സ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, 360 ഡിഗ്രി ക്യാമറ, EV, അതിൻ്റെ എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് iCall ഫെസിലിറ്റി നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഓൺലൈൻ ഫംഗ്ഷൻസ് വരുന്നുണ്ട്, ഇൻബോക്സ് വരുന്നുണ്ട്. iCall ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 24 hours ആണ്. നമുക്ക് അത്യാവശ്യം വരുമ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യാനാണ്. Jio 7 ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് കയറാനാണ്. തീം സ്റ്റോർ വരുന്നുണ്ട്, ക്യാബിൻ മോഡ്സ് വരുന്നുണ്ട്.
പിന്നെ സ്റ്റോറ്റ എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൺ വൈസേഴ്സ് വരുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാണ് ലെഫ്റ്റ് സൈഡാണ് വരുന്നത് സൺ വൈസേഴ്സ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മുഖത്തേക്ക് ഇതുപോലെ എന്താ പറയുന്നത് ആ ഒരു റേസൊക്കെ അടിക്കാതിരിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മിറേഴ്സും ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഡ്രൈവർ സൈഡിലാണ് നമുക്കിതുള്ളത്. അവിടെ നമുക്ക് മിറേഴ്സ് ഉണ്ട്. നമുക്കിതുപോലെ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. ലൈറ്റ് ഇല്ല എന്നുള്ളൊരു സംഭവമുണ്ട്. സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പാസഞ്ചർ എയർ ബാഗ്സ് ഓൺ ആൻഡ് ഓഫ്. ഈ ഗ്ലൗ ബോക്സ് തുറക്കുക. ഈ ഗ്ലൗ ബോക്സ് തുറന്നതിന് ശേഷം അകത്ത് ഒരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കൊളിഷൻ ഉണ്ടായി ആ സമയത്ത് നിങ്ങൾക്ക് ബാക്കിലെ എയർ ബാഗ് ഓപ്പൺ ആക്കണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഓഫ് ആക്കിയിടുക. അതാരും ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് MG ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഗ്ലൗ ബോക്സിൻ്റെ അകത്താണ്. ഗ്ലൗ ബോക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൗ ബോക്സ് അത്യാവശ്യം സ്പേസ് ചെയ്യാനുള്ള ഗ്ലൗ ബോക്സാണ്. നമ്മുടെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കൊരു ഫയലൊക്കെ ഇതിനകത്ത് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ നോക്കാം. ഞാനിപ്പോൾ ബാക്ക് സൈഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ബാക്ക് സൈഡിൽ ഞാൻ തന്നെ ഇരുന്ന ഒരു പൊസിഷനാണ് ഈ സീറ്റിൻ്റെ വരിക. അപ്പോൾ ഈ ബാക്ക് സൈഡിലേക്ക് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇരുത്തം തന്നെയാണ്. കാരണം നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് നമുക്ക് ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം കാല് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അറിയാമല്ലോ ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബേസ് താന്നായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു സപ്പോർട്ടായിരിക്കും. അത് കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമൊന്നും തോന്നുന്നില്ല. ലോങ് റണ്ണിൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുമായിരിക്കാം. പക്ഷേ നല്ലൊരു സപ്പോർട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് സ്ലോട്ട്സ് വരുന്നുണ്ട്. ഇവിടെ AC വെൻസ് ആണ് വരുന്നത്. നമുക്ക് 3 സോൺ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വെൻസ് മാത്രമേ ഉള്ളൂ. ഈ സീറ്റിലെല്ലാം ലെതർ റാപ്ഡ് ആണ്. അതുപോലെ തന്നെ നല്ല ഒരു റെഡ് സ്റ്റിച്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നമുക്കൊരു സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത നിങ്ങളെ കാണിക്കാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് റെസ്റ്റാണ്. ഈ ഹാൻഡ് റെസ്റ്റിന് ഒരു പ്രത്യേക നല്ല കംഫർട്ടബിൾ പൊസിഷനിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചായ കുടിക്കാനുള്ള കപ്പ് വെക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഒരു വൈഡ്നെസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് കൈയൊക്കെ ഇങ്ങനെ വെക്കാം. ഡോറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റീൽ ഫിനിഷ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ ഇതിൻ്റെ ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. ചില സമയത്ത് വണ്ടി ലോക്കായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ഓപ്പൺ ആയില്ലെന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് വണ്ടി ഓപ്പണായി വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഗ്ലാസ് താത്താനും ഒക്കെ നമുക്ക് ഈസിയാണ്. ഇനി അടുത്ത പറയേണ്ടത് വിൻഡോ ലൈനിനെ കുറിച്ചാണ്. വിൻഡോ ലൈൻ നമുക്ക് അത്യാവശ്യം ഒരു കറക്റ്റ് പൊസിഷനിലാണ് വിൻഡോ ലൈൻ. ഒത്തിരി താന്നുമല്ല ഒത്തിരി മേളിലുമല്ല. അതുകൊണ്ട് വിൻഡോ ലൈൻ കംഫർട്ടബിളായിട്ട് നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനിയും അടുത്ത പറയേണ്ടത് നമ്മുടെ ഹെഡ് റെസ്റ്റാണ്. ഹെഡ് റെസ്റ്റ് അത്യാവശ്യം നല്ല ഹെഡ് റെസ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഹെഡ് റൂമും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ പൊക്കം എന്ന് പറയുന്നത് ഒരു 172 സെൻറ്റിമീറ്ററാണ് പൊക്കം വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെഡ് റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കൊരു 3 അഡൽറ്റിന് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഞാനിപ്പോൾ സെൻറ്ററിലൊന്ന് നിങ്ങളെ ഇരുന്ന് കാണിക്കാം. എൻ്റെ ഒരു വണ്ണമുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ഇപ്പറയും കംഫർട്ടബിളായിട്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു 5 സീറ്റർ വെഹിക്കിളാണ്. നമുക്ക് സപ്പോർട്ട് എപ്പോഴും നല്ലൊരു സപ്പോർട്ട് കിട്ടുക നമുക്ക് സൈഡിൽ 2 സീറ്റിലാണ്. അതുകൊണ്ട് ബാക്ക് സീറ്റ് ഞാൻ എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും സൈഡിലായിട്ടിരിക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാവൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഞാനൊരു പാട്ടിട്ട് നോക്കിയായിരുന്നു. നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സാണ് വരുന്നത്. ഡോർ സൈഡിൽ തന്നെ ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ഡോറിൽ അതുപോലെ 2 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സൈഡിൽ 2 ട്യൂട്ടേഴ്സും വരുന്നുണ്ട്. ടോട്ടൽ 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സുമാണ് വരുന്നത്. ബാക്ക് സീറ്റിൽ നമുക്കിതിന് 60-40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കിങ്ങനെ 60-40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐസോഫിക്സ് നമുക്ക് ചൈൽഡ് സീറ്റ് നമുക്കിവിടെ ഇതിനകത്ത് ഘടിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചാണ് പറയുന്നത്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പനി പോലും ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ വണ്ടിയുടെ ഏകദേശം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 177 mm ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം അടി തട്ടാതെയൊക്കെ വണ്ടി നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവ് റിവ്യൂ ഒക്കെ നമ്മൾ ഇനി വരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പോൾ നമുക്ക് ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നോക്കാം. വളരെ കൂളായിട്ടാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ഫീൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്വാളിറ്റി നമുക്ക് നല്ല ഒരു ഫീലാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ കിട്ടുന്നത്.
ഈ വണ്ടിക്ക് അഡാസ് ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളതാണ്. മുന്നോട്ടുള്ള വേരിയൻസിലൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു 100 സെലിബ്രേഷൻ മോഡൽ, പ്രത്യേകിച്ച് ഈ ഒരു ഗ്രീൻ എഡിക്ഷന് നമുക്കത് വരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് റിവേഴ്സ് ഇടുകയാണ്. നമുക്കൊരു കയറ്റത്തിൽ എങ്ങനെയുണ്ട് വണ്ടിയുടെ റെസ്പോൺസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ 360 ക്യാമറയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാനിപ്പം സ്പോർട്സ് മോഡിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി എൻ്റെ ഒരു സ്വഭാവം മാറി. അന്യ റെസ്പോൺസ് കേട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾ ഉറപ്പായിട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നോക്കണം. അതിനകത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മാത്രം മതി. വണ്ടിയെല്ലാം കൂളായിട്ടാണ് കയറുന്നത് കേട്ടോ. ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയില്ല. പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി മാറിയിരിക്കും, അത്രയ്ക്ക് റെസ്പോൺസാണ്. നല്ല കൂളായിട്ട് നമുക്ക് തിരിക്കാൻ. ഞാൻ ഈ വണ്ടി പല സ്ഥലത്തും വണ്ടി വളച്ച് നോക്കി. നല്ല ടേണിംഗ് റേഡിയസ് ആണ് വണ്ടിക്ക് വരുന്നത്. നമുക്ക് ആ തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും ഒരു ക്യാബിൻ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന ഫീലാണ് നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഇൻഫർമേഷൻ വരുന്നത്. 27 ഡിഗ്രി സെൽഷ്യസ് ഔട്ട് സൈഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ PM 2.5. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ അറ്റോ 3-ലൊക്കെ. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ എയർ ഫിൽട്രേഷൻ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇതിൻ്റെ അകത്ത് ആ ഒരു ഫിൽട്രേഷൻ ലെവൽ വളരെ കൂടുതലായിരിക്കും. റോഡ് വിസിബിലിറ്റിയെക്കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ടത്. നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. വണ്ടിക്കകത്ത് വരുന്നത് 4 വീൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഓട്ടോ ട്രാൻസ്മിഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൂളായിട്ട് ഓടിക്കാവുന്നത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഓടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫാമിലി കാറാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ഫാമിലി കാറാണെന്ന് ഞാൻ പറയും. ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയെ പൊഴുത്തി പറയാം. നമുക്ക് ഓടിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് മാത്രം ഈ റെസ്പോൺസ് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ത്രോട്ടൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ബാറ്ററി പാക്ക് നല്ലൊരു ബാറ്ററി പാക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു റോഡ് ഗ്രിപ്പ് വരുന്നുണ്ട്. ഇലക്ട്രിക് വണ്ടിക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒരു മോഡലും കൂടെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അതനുസരിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു റോഡ് ഗ്രിപ്പ് വരുന്നുണ്ട്. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ആവറേജ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് നമുക്ക് ആ ഒരു സഡൻ ബ്രേക്കിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്കിംഗ് ആണ് അതിനകത്ത് കിട്ടുന്നത്. ഒരു ആവറേജ് ലെവൽ ഒരു ഹാൻഡിലിംഗ് ആണ് എനിക്ക് ഹാൻഡിൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനെ കുറിച്ച് ഒന്ന് നോക്കുകയാണ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ബൈ ഡിഫോൾട്ട് വണ്ടി ഓണാക്കി ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഓണാക്കുകയാണ് നിങ്ങൾ. ആ സമയത്ത് ഇതിൻ്റെ ലെവൽ 3-ലായിരിക്കും ഇത് വന്ന് കിടക്കുക. ഓപ്ഷൻസ് കാണിക്കും നിങ്ങൾ ഏത് ലെവലിലാണ് കിടക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓപ്ഷൻ മാറ്റാൻ പോവാണ്. ലെവൽ 2-ലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ലെവൽ 2 ഇടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വണ്ടിയുടെ റെസ്പോൺസ് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ സ്പോർട്സ് മോഡിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വണ്ടി ആ ഒരു ബ്രേക്കിംഗ് ഫീലൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഞാനിനി ഒന്ന് ലെവൽ 1 ചെക്ക് ചെയ്യാൻ പോവാം. യെസ്, ഇതാണ് ലെവൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. ദിസ് ഇസ് ലെവൽ 3, ദിസ് ഇസ് ലെവൽ 2 ആൻഡ് ദിസ് ഇസ് ലെവൽ 1. സോ ലെവൽ 1 ആണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഇറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും ആ റീജനറേറ്റീവ് ബ്രേക്കിങ്. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയണം, എനിക്ക് അത്ര ഒരു ഫീൽ എനിക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. പക്ഷേ ഇറക്കാനുണ്ടെന്ന് അറിയില്ല. ഇപ്പോഴും നിങ്ങൾ ആ ഇറക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് യൂസ് ചെയ്യുക. എന്നാൽ മാത്രം നമുക്ക് ചാർജിങ് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മുടെ അറ്റോ 3-ൽ നമ്മുടെ യൂസർ റിവ്യൂവിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അറ്റോ 3-യുടെ വീഡിയോ ഒന്ന് കാണുക. ഞാനത് ഐ-കാർഡിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഞാൻ 3-ലിട്ട് വീണ്ടും ഒന്നുകൂടെ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പമില്ല. നമുക്ക് എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇതിലോട്ട് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് പവർ സേവിങ് ഒക്കെ ഇതിനകത്ത് പെർസെൻറ്റേജിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിയർ ക്രോസ് ട്രാഫിക്കിലുള്ളത്. പുറകെ കൂടെ ഒരു വണ്ടി വരുന്നുണ്ട്, കണ്ടോ? ഇവിടെ ഒരു സിമ്പിൾ കാണിച്ചു. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മിററിലും ലൈറ്റ് കത്തും. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഒത്തിരി നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. അതിനകത്ത് ബ്രേക്കിംഗ് കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കിലെ ആ ഒരു സ്പേസിങ്, നമുക്ക് ഒരു ലെഗ് സ്പേസ് കാര്യങ്ങൾ, ലെഗ് സ്പേസ് ഈസ് ഓക്കെ, പക്ഷേ നമുക്ക് ആ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ പൊതുവേ എല്ലാ ഇലക്ട്രിക് വെഹിക്കിളും അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനും ഒക്കെ ഒരു ഏകദേശം ഈ ഒരു ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ എന്തായാലും ഇതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അടിപൊളിയാണ്, ഒന്നും ചെയ്യാനില്ല. വണ്ടി എന്തുകൊണ്ടും നല്ല മികച്ച തന്നെയാണ്. ഒത്തിരി പോസിറ്റീവ്സ് എടുത്ത് പറയാനുണ്ട്, നെഗറ്റീവ്സ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറയാനുമില്ല. അപ്പോൾ എന്തായാലും യൂറോ NCAP റേറ്റിംഗിൽ 5 സ്റ്റാർ കിട്ടിയ ഒരു വണ്ടിയും കൂടാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള നമ്പറാണ് നിങ്ങൾ താഴെ എഴുതി കാണിക്കുന്നത്. ഉറപ്പായിട്ടും ഈ വണ്ടിയെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ അതിനകത്ത് കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ ZS EVയുടെ തന്നെ അഡാസ് ഫീച്ചറുള്ള വണ്ടികളൊക്കെ അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും അതിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും റോഡ് സൈഡ് അസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മുടെ വണ്ടിയൊക്കെ വഴി കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എല്ലാവരും വളരെ സംശയകരമായിട്ട് നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ MG ഒരു കാര്യം ചെയ്തിട്ടുണ്ട്.
3 ഇയറിൻ്റെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ ധൈര്യമായിട്ട് നമുക്ക് പോകാം. എം ജിയുടെ ആ ഒരു വിശ്വാസം നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ MG ZS EV ഒരു വൈറ്റ് വേർഷനുള്ള എല്ലാവർക്കും അറിയാം. സ്ഥിരം റോഡിൽ കൂടെ കാണുന്നൊരു വണ്ടിയാണ് ഈ വൈറ്റ് വണ്ടി. അപ്പോൾ അതെന്ന് പറയുന്നത് ഇന്ത്യാസ് ഫസ്റ്റ് പ്യുവർ ഇലക്ട്രിക് SUV ആണ്. കാരണം ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു അഡാസ് ലെവൽ 2 ഫീച്ചർ ആ വണ്ടിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 17 ഓട്ടോണമസ് ലെവൽ 2 ഫീച്ചറാണ് വരുന്നത്. അതിനകത്ത് ലെയിൻ ഫംഗ്ഷൻ, ഇൻ്റലിജൻറ്റ് ഹെഡ് ലാമ്പ് കൺട്രോൾ, ISC ഡിറ്റക്ട് ദ ട്രാഫിക് അത് നമുക്ക് ഈ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് അസിസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഞാൻ എല്ലാം പറയുന്നില്ല, അതിനകത്ത് മെയിൻ സംഭവങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിനകത്ത് സ്പീഡ് സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്താണ് ട്രാഫിക് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് വണ്ടി അതനുസരിച്ച് സഹായിക്കുന്നതാണ്. ട്രാഫിക് സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ അതിനി മാനുവലാക്കി വെക്കണമെങ്കിൽ മാനുവലാക്കി വെക്കാം. അതുപോലെ തന്നെ പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് കൊളിഷൻ പ്രിവെൻഷനാണ്. നമുക്ക് ഇപ്പം ഫ്രണ്ടിൽ നമുക്ക് സൈക്കിള്, പെഡസ്ട്രിയന്, 2 വീലർ, 4 വീലറൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. അതിനാണ് ഫോർവേഡ് കൊളിഷൻ പ്രിവെൻഷൻ ഓപ്ഷൻ വരുന്നത്. പിന്നെയുള്ളത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളാണ്. നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു വെഹിക്കിളിൻ്റെ സ്പീഡ് നമുക്ക് അക്കോർഡിംഗ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് നമ്മുടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വരുന്നത്. ട്രാഫിക് ജാം അസിസ്റ്റ് വരുന്നുണ്ട്. ട്രാഫിക് അനുസരിച്ച് വണ്ടി തന്നെ നമ്മൾ ഗൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ട്രാഫിക് ജാം അസിസ്റ്റ് വരിക. പിന്നെ അതുപോലെ തന്നെ റിയർ ഡ്രൈവ് അസിസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് RDA എന്ന് പറയും. നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടുകളൊക്കെ എലിമിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം വെഹിക്കിൾ പെട്ടെന്ന് നമ്മുടെ ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഇടത് തിരിഞ്ഞും വലത് തിരിഞ്ഞും മറ്റൊക്കെ ചേർന്ന് പോകാറുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു റിയർ ഡ്രൈവ് അസിസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ വെഹിക്കിൾ നമ്മളെ മാനേജ് ചെയ്യും. കറക്റ്റ് റിയർ ലെഫ്റ്റിലേക്ക് പോകാതെയോ അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഒത്തിരി ടേൺ ചെയ്ത് പോകാതെയൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് 3 രീതിയിലാണ്: ഹാപ്റ്റിക്, അഡാപ്റ്റീവ് ആൻഡ് വിഷ്വൽ. നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഈ അലാറംസ് ഒക്കെ അടിക്കുമ്പോൾ ചില സമയത്ത് അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കത് അതിൻ്റെ ഒരു മോഡൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഹാപ്റ്റിക്, അഡാപ്റ്റീവ്, വിഷ്വൽ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് വണ്ടിയുടെ സർവീസിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഇൻ്റർവൽസ് വരുന്നത് 1000, 5000, 10000, പിന്നെ എവറി 10,000 കിലോമീറ്റേഴ്സിലാണ് എൻ്റെ സർവീസ് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് 3 ഇയർ ലേബർ ഫ്രീ സർവീസ് ആണെന്നുള്ളതാണ്. ഇതിൻ്റെ വാറണ്ടിയെക്കുറിച്ചാണ്. നമുക്ക് 3 ഇയർ അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ് നമ്മുടെ വണ്ടിയുടെ വാറണ്ടി വരുന്നത്. എല്ലാവർക്കും അറിയേണ്ടത് ബാറ്ററി വാറണ്ടിയെക്കുറിച്ചാണ്. ബാറ്ററിക്ക് വരുന്നത് 8 വർഷമാണ് ബാറ്ററി വാറണ്ടി വരുന്നത്. അതുപോലെ തന്നെ 1,50,000 കിലോമീറ്റേഴ്സ് വരെയാണ് നമ്മുടെ ബാറ്ററി വാറണ്ടി വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഓരോ വേരിയൻറ്റിനും എത്ര രൂപയാവും എന്നുള്ളതാണ്. ഞാനിപ്പോൾ പറയുന്നത് എക്സ് ഷോറൂം പ്രൈസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ റോഡ് പ്രൈസ് വേരീസ്, ഓരോ സ്ഥലം അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് ഓർഡറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് മോഡലിന് വരുന്നത് 18.98 lakhs ആണ് വരുന്നത്. അതുപോലെ തന്നെ X8 Proന് വരുന്നത് 19.98 lakhs ആണ് വരുന്നത്. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് പ്ലസിന് വരുന്നത് 24.22 lakhs ആണ് വരുന്നത്. എസൻസിന് വരുന്നത് 25.22 lakh ആണ് വരുന്നത്. ഈ ഒരു ഗ്രീൻ എഡിക്ഷൻ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നിങ്ങളോട് ഞാൻ പറയുകയാണ്. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ പ്രൈസ് അറിയാൻ പറ്റുള്ളൂ. ഏകദേശം 27.54 lakhs ആണ് ഏകദേശം ഓൺ റോഡ് പ്രൈസ് ഈ വണ്ടിയുടെ വരുന്നത്. കണ്ട വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ എഡിക്ഷനാണ്. അഡാസ് ഫീച്ചർ ഇല്ലാത്ത വണ്ടിയാണ്. പക്ഷേ അഡാസ് ഫീച്ചർ ഉള്ള വണ്ടിയുടെ ഡീറ്റെയിൽ എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.